Dreamsland Realty. Make your dreams real. എല്ലാവർക്കും ഡ്രീംസ്ലാൻഡിൻ്റെ മറ്റൊരു സന്തോഷം നിറഞ്ഞ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്നത് ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താനല്ല, നമ്മൾ വഴി പ്രോപ്പർട്ടി വാങ്ങിച്ച ഒരു കുടുംബത്തിൻ്റെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലേക്കാണ് നമ്മളിന്ന് വന്ന് നിൽക്കുന്നത്. ആ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ക്ലയൻറ്റ്, ആളുടെ പേര് ബെന്നി എന്നാണ്. ആൾ ഗുജറാത്തിൽ ഒരു ബിസിനസ് ഇൻഡസ്ട്രി നടത്തുകയാണ്. ആൾ ഗുജറാത്തിൽ നിന്ന് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു. ആ പ്രോപ്പർട്ടി വാങ്ങിച്ചത് ആൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, ബെന്നി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ 25ാം വിവാഹ വാർഷികമാണ് ഇന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത്. ഇതുവരെ അദ്ദേഹമല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മറ്റു കുടുംബാംഗങ്ങളോ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കിയ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ ട്രസ്റ്റ് ചെയ്ത്, നമ്മളെ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി വാങ്ങിച്ചു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ വന്ന് ഇതിൻ്റെ താക്കോലൊക്കെ കൈമാറും. അപ്പോൾ ആ സന്തോഷം നിറഞ്ഞ മുഹൂർത്തം, ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു നിമിഷം നിങ്ങളുമായിട്ട്, നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് അദ്ദേഹം വാങ്ങിച്ചത്. ഏകദേശം 10 സെൻറ്റ് സ്ഥലത്തിൽ 2900 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വലിയ പ്രോപ്പർട്ടി ഇതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ആ സർപ്രൈസ് മുഹൂർത്തം നിങ്ങളിലേക്കും പങ്കുവയ്ക്കാം. പള്ളിയിലായിരുന്നില്ലേ? ഇതൊന്ന് കാണാമെന്നല്ല വന്നത്, വീണ്ടും കൂടി കാണാൻ. സിജി വന്ന് കണ്ടുപോയാൽ അറിയാം ജോസേട്ടൻ. അത് കഴിഞ്ഞ് കാര്യങ്ങളൊന്നും പറഞ്ഞു. വീട് പറയാനല്ല, വീട് നിങ്ങൾക്ക് തന്നു രജിസ്ട്രേഷൻ എല്ലാ കാശും തന്നു. അവിടെ 5 സെന്റ് സ്ഥലം മേടിച്ചിട്ട് വേറെ അതിന് കുറച്ച് പൈസ അഡ്വാൻസ് സർപ്രൈസ് ആയിട്ട് എന്തോ അപ്പൊ നീനെ ഈ താക്കോല ഇവളുടെ വീടാണ്. ചേച്ചി താക്കോല കയ്യിൽ വെച്ച് കൊടുത്തേ. എല്ലാവിധ അനുഗ്രഹങ്ങളും അത് കൊടുക്കും. കേറില്ലേ? ആ, ഓക്കെ. ബാവേ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇതെന്ത് പറയും? ഹാപ്പി താക്കോൽ കൊടുക്കൽ ഡേ. അത് കൊടുക്ക്. അതെന്ത് പരിപാടിയത്?
അപ്പോൾ നമ്മുടെ സർപ്രൈസ് പരിപാടികളൊക്കെ കഴിഞ്ഞേക്കാണ്. ഇനി നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സർപ്രൈസ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് സർപ്രൈസ് കിട്ടിയ നമ്മൾ പറഞ്ഞു വന്ന ആ മേഡം. ഇത് നമ്മുടെ സാറ്. അപ്പോൾ ഇവരുടെ അടുത്ത് ഇവരുടെ ഒരു വലിയ എന്താ പറയുക, ഞാനിപ്പോൾ സംസാരിച്ചപ്പോഴാണ് ഇവർ പറയണേ 15 വർഷങ്ങൾക്ക് മുമ്പേ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 25ാം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു പുതിയ വീട്ടിൽ പാല് കാച്ചും. എന്തായാലും പാല് കാച്ചിൽ നടന്നിട്ടില്ല, എന്തായാലും ഒരു വീടിൻ്റെ താക്കോൽ ദാനം ഈ 25ാം വെഡ്ഡിങ് ആനിവേഴ്സറി നടന്നു. എൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇപ്പോഴും ആ കല്യാണം കഴിഞ്ഞ ഒരു മാസം മുമ്പ് പറഞ്ഞ എന്താണെന്ന് ഇപ്പോഴും ഓർക്കുന്നില്ല. എങ്ങനെയാണ് ഈ 15 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണമെന്ന് സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ സാറിനോട് മുമ്പ് മേഡത്തിനോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ടായി ഇന്നത്തെ സർപ്രൈസ്? എങ്ങനെയുണ്ടായി? ഭയങ്കര സർപ്രൈസ്, ഭയങ്കര സന്തോഷം. ഈ വീട് ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് വന്നപ്പോഴേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഈ വീടിന്റെ കച്ചവടത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസങ്ങൾക്ക് മുമ്പേ ഇവർ രണ്ടുപേരും കൂടി വന്ന് ഈ വീട് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ മേഡത്തിന് ഈ വീട് തന്നെ മതി എന്ന് പറഞ്ഞു. പക്ഷെ സാറ് അത് ഓക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങ് പോയി. ഇദ്ദേഹം ഉണ്ടോ ഈ വീടിന്റെ ഓണർ എന്ന് പറയുന്ന ജോസേട്ടൻ്റെ കഥകൾ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഒരു മാസം മുമ്പ് വന്ന് വീടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഭാര്യ അറിയാതെ വന്ന് ഈ വീട് സർപ്രൈസ് ആയിട്ട് ഭാര്യയ്ക്ക് മേടിച്ച് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാണ്. അങ്ങനെയാണ് ഈ വീടിൻ്റെ കച്ചവടം നടന്നത്. സാറിൻ്റെ അടുത്തൊരു ചോദ്യം, ഈ വീട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാൻ നേരത്തെ എന്തൊക്കെയാണ് സാറ് മുന്നിൽ കണ്ടത് ആസ് എ ഒരു ബിസിനസ് മൈൻഡിൽ? അതായത് ഞങ്ങൾ ഗുജറാത്തിലാണ് സെറ്റിൽഡ്, ഒരു 34 വർഷമായിട്ട് ഗുജറാത്തിലാണ് സെറ്റിൽഡ്. അപ്പോൾ നാട്ടിലൊരു വീട് വേണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. മിസ്സസിന് കുറേ നാളുകൾക്ക് മുമ്പേ തുടങ്ങിയൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാനെപ്പോഴും ചോദിക്കും, പറയും സമയമായിട്ടില്ല. പക്ഷേ ഒരു മാസത്തിലൊരു 15 പ്രാവശ്യമെങ്കിലും എൻ്റെ മൈൻഡിൽ ഇത് കുത്തിവെക്കാത്ത ദിവസങ്ങളില്ല ശരിക്കും. പക്ഷെ അതിങ്ങനെ കൂടി വരികയായിരുന്നു കുറച്ച് ആളുകളായിട്ട്, അതിങ്ങനെ ഓവറായിട്ട്. അപ്പം ഞാൻ അന്നൊരിത് പറയുമ്പോൾ ഞാൻ പിടിച്ചിരുന്ന ഒരു ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 വർഷം എൻ്റെ വെഡിങ് ആനിവേഴ്സറി അതിന് നമുക്ക് നോക്കാം. പക്ഷെ അതടുത്ത് വരുമ്പോൾ എൻ്റെ പ്രശ്നം കൂടി തുടങ്ങി, ഇവിടെ നിന്ന് കൂടി തുടങ്ങി. അപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല സമയമായിട്ടില്ല. അപ്പോഴും പറഞ്ഞു വാക്ക് തെറ്റിക്കുകയാണ്, സമയമായിട്ടില്ലെങ്കിൽ എന്നാ തെറ്റിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പോയി ഇനിയിപ്പോൾ ഈ വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് വാങ്ങാൻ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് നടക്കില്ല, നമുക്ക് ജോസേട്ടൻ ഒരു കാരണവശാലും നമ്മുടെ വിലയോട് അടുക്കുന്നില്ല, അപ്പോൾ ആ സംഗതി മോഹം ഉപേക്ഷിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡീല് ചെയ്ത് തന്നെ ആ സമയത്ത് നല്ലൊരു മഴയായിരുന്നു. ജോസേട്ടൻ്റെ വീട്ടിലിരിക്കുന്നു, ഡീല് സംസാരിക്കുന്ന സമയത്തൊക്കെ ഉണ്ട്. അപ്പോൾ ജോസേട്ടൻ ഒരു നല്ല എമൗണ്ട് പറയുന്നു, നമ്മളൊരു എമൗണ്ട് പറയുന്നു, പക്ഷേ ഡീലിലേക്ക് എടുക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരുകയാണ് ചെയ്തത്. പക്ഷെ ഇതിനിടയ്ക്ക് മഴക്കിടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോകാൻ വേണ്ടി ഇദ്ദേഹം വണ്ടി കയറിയിരുന്നു, ആകെ ഫീലിങ്ങോടുകൂടി വണ്ടി കയറിയിരുന്നു. അതിനിടയ്ക്ക് ഒരു 2 മിനിറ്റിന് ഞാനൊന്ന് ജസ്റ്റ് ജോസഫിൻ്റെ അടുത്ത് പോകുന്നു, ഞങ്ങൾ ഡീൽ ഉറപ്പിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞങ്ങളൊരു കല്യാണത്തിന് പോയിരുന്നു. ആ കല്യാണ വീട് എത്തുന്നവരെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കോട്ടയത്തേക്ക് വരെ എൻ്റെ ഈ സൈഡും എൻ്റെ ബാക്കി വെക്കാത്ത രീതിയിൽ എനിക്ക് കിട്ടി. അപ്പോഴും ഞാൻ വളരെമായിട്ട് കേട്ടുകൊണ്ടിരുന്നു. കംപ്ലീറ്റ് ആദ്യമായിട്ടായിരിക്കും മധുരമായിട്ട് ഇങ്ങനെ കുത്ത് കേട്ടുകൊണ്ടിരിക്കണേ. 2 മാസമായിട്ടും ഇതുപോലെ തന്നെയായിരുന്നു ഇന്നലെ വരെ. എന്നും ഇതിനെക്കുറിച്ചായിരുന്നു സംസാരമൊക്കെ. എന്തായാലും വീട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാത്തതിന് കാരണം ഞാൻ സാധാരണ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീലായാലും 1, 2 പ്രാവശ്യം 3 പ്രാവശ്യം പോയി എല്ലാവരെയും കണ്ട് ആലോചിച്ചതിന് ശേഷം. പക്ഷേ എന്തോ ജോസേട്ടൻ്റെ വർക്കിൻ്റെ ആണോ അതല്ല ആളുടെ ഡീലിങ്ങിൻ്റെ ആണോ എന്താണെന്നറിയില്ല, ഒരൊറ്റ ടൈമിൽ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. ആ ഓൺ ദി സ്പോട്ടിൽ ടോക്കൺ കൊടുത്ത ആദ്യത്തെ ഞാൻ പല കച്ചവടങ്ങളും നടത്തിയിട്ട് സ്ഥലമായിട്ട് വീടായിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ ഒരു ഡീല്. അത് ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റിയുടെ തന്നെ അല്ല, ഞങ്ങളുടെ കച്ചവടങ്ങളിലും ആദ്യമായിട്ടാണ്. സാധാരണ ഒരു വീട് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരാൾ വന്ന് കാണും, പിന്നെ അമ്മാവും വരും, അമ്മായി വരും, ചിലപ്പോൾ അയൽപക്കക്കാരും കൂടി വരും. പക്ഷെ വന്ന് കണ്ട് ആരും അറിയാതെ കീഴടക്കിയ ഒരു വീട് ഇത് തന്നെയാണ്. വേറൊരു കാര്യം അറിയാമോ, ഒന്ന് എനിക്ക് ഇവരെ ഫാമിലി ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവര് നമുക്ക് നമ്മുടെ വില്ലയിൽ താമസിച്ച ആൾക്കാരൊക്കെ സൈനിസ്റ്റ്, ഡോക്ടേഴ്സ് ഒക്കെ താമസിക്കില്ല. അപ്പൊ അവരായിട്ട് ഒത്തുപോകുന്ന ആൾക്കാർ വേണമല്ലോ. മറിച്ചൊരാൾക്ക് ഇത്തിരി കാശ് കൂടുതലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവര് നാളെ കാണുമ്പോൾ എന്നെ കാണും. ഇന്നിപ്പോ ഈ വീട്ടിൽ എൻ്റെ വൈഫ് ആ വീട്ടിലേക്ക് പോയി കാണും. ഇപ്പം അടുക്കള വരെ ചെല്ലാം.
വേറെ വീടുകളിൽ പഠിക്കാൻ വരുമ്പോൾ ഒരു വഴിയുണ്ട്. ഇവിടെ പിന്നെ ഇവിടെ എന്ത് കാര്യത്തിന് 24 മണിക്കൂറും നമ്മൾ വിളിച്ച് നാളെ രാത്രി അവിടെ എന്ത് വെള്ളം എടുക്കണില്ല. അപ്പൊ എന്താ ഈ LCB ട്രിപ്പായി കിടക്കാണ്. ഇവരെ ആരും പിടിച്ചപ്പോ താഴെ കിടക്കുന്ന അറിയില്ല. രാത്രി വിളിക്കാണ് ഞാൻ രാത്രി തന്നെ ആളെവിടാണ് ഏത് എന്നെ ഒരുപാട് ടാങ്കി വെക്കും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതൊന്നും ഇതെന്റെ കടമയാണിത്. ഞാൻ കാശി മേടിക്കുമ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതേമാതിരി ആള് പറഞ്ഞു ഇവിടെ പാത്തി വെക്കണം, ഇത് ചെയ്യണം, ഇവിടെ അത് ചെയ്യണം എന്ന് പറഞ്ഞു. ആ ആള് വലിയ വർക്കിലേക്കായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ എത്തേക്കണ കാര്യമുള്ളത് ആൾ ഇന്ന ദിവസം വരും. ഇവിടെ ആളോട് ഒരു വാക്ക് എന്നോട് പക്ക ഡീസൻ്റായിട്ട് ആൾ പറഞ്ഞു പരിപാടിക്കണ്ട, എനിക്ക് പൈസ തരായോ എൻ്റെ ഭാഗത്ത് പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ല. ചോദിച്ചാൽ അത് കഴിഞ്ഞിട്ട് ചെയ്ത പോലെ തന്നു. എനിക്ക് പറ്റുകയും ചെയ്തു. ചോദിക്കണ കാശ് കൊടുക്കാൻ പറഞ്ഞു. ചോദിക്കണ കാശ് ഉണ്ടാക്കാൻ പറഞ്ഞ് ആ പുള്ളി അത് ഭംഗിയായിട്ട് ചെയ്ത് ഇവിടെ പെയിന്റൊക്കെ ടച്ചിങ് പറഞ്ഞിട്ടുണ്ടായി എല്ലാം കഴിഞ്ഞു. നമ്മള് രജിസ്ട്രേഷൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം കറക്റ്റായിട്ട് ചെയ്തു. പിന്നെ മതിലൊന്നും ആള് പറഞ്ഞിട്ടുണ്ടായില്ല. ആ മതിലുമ്പോ മെറ്റലും സ്റ്റാൻഡേക്ക് മുടി കിടപ്പണ ആ വീട് പണിയല്ല, അത് ഫുള്ള് മാറ്റിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ നമ്മുടെ മാനേജർ ദിവസം കഴിയ പോരെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു കഴിയ പോരാ, പെയിന്റേ ചെയ്ത് കൊടുക്കുന്നു. ഏത് അത് നമുക്ക് പൈസയിലുപരി നമ്മളെ ആൾക്കാർ ഭാഷയൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ഈ ലെവലിലെത്തുന്ന ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ ഒരു ദൈവത്തിനാണ്. പിന്നെ ഇവരെ നമ്മുടെ വില്ല വാങ്ങിയവർക്ക് സന്തോഷമായിട്ട് ഇരുന്നാലാ നമ്മുടെ മക്കൾക്ക് അതിന്റെ ഗുണം കിട്ടുള്ളൂ. അതായത് കുറെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് എത്ര അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ദിവസം വളരെ അടിപൊളിയാക്കി തന്നു. എല്ലാവരും എല്ലാ ടീമുകളും സഹകരിച്ചു. അപ്പോൾ ഞങ്ങളുടെ സർവീസ് ഓക്കെ ആണല്ലോ, പരാതികളൊന്നും ഇല്ല. അതായത് എനിക്ക് നിങ്ങളുടെ യൂട്യൂബ് ലിങ്ക് വഴി കണക്ട് ചെയ്ത് കണ്ടുപിടിച്ചതും ഈ വില്ല അന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞതും നാട്ടിൽ വരുന്ന സമയത്ത് കാണാൻ വഴിയാക്കിയതും സിജി തന്നെയാണ്. എല്ലാത്തിനും വഴി കാണിച്ചു തന്നാണ്. പക്ഷെ പുള്ളി ആള് മാത്രം അറിഞ്ഞില്ല വീട് വാങ്ങി. എല്ലാ വഴി തന്നെ കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ ഇവിടെ വന്ന് കണ്ടതും ഈ ഏരിയ പിന്നെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാൻ കാരണം ഞങ്ങൾ അവിടെ താമസം ഇതുപോലെ തന്നെ ഒരു 9-10 വീടുള്ള ഒരു വില്ലയിലാണ് താമസിക്കുന്നത്. സെയിം തന്നെ കൺസെപ്റ്റ് ആണ്. ഇതുപോലെ തന്നെ വഴി, ഇതുപോലെ തന്നെ മുമ്പിൽ 2 ജോസേട്ടൻ ഇപ്പൊ പറയണത് എന്താണെന്നറിയോ, ഈ കൺസെപ്റ്റും ഈ ഇഷ്ടമൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പ്രൈസ് അല്പം കൂട്ടി വയ്ക്കായിരുന്നു എന്നുള്ളൊരു അത് അറിഞ്ഞില്ല. ഞാൻ അതില് വേറെല്ല, എനിക്ക് അതിന് കാശില് നമ്മളത് എനിക്ക് ഇഷ്ടമായ കാശ് എനിക്കുണ്ട്, ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് അതിലുപരി ഇഷ്ടം പോലെ കാശ് സജി വിമലായാലും നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ്. വേറെ നമുക്ക് എൻ്റെ വീട്ടില് അടുക്കള വരെ കയറാനുള്ള അധികാരം ഇവരൊക്കെ ഉണ്ട്. വേറെ ആൾക്കാരും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇപ്പൊ ഇവരൊക്കെ സാറ് വേറെ ആൾക്കാരല്ലേ, അവരെവിടെയും കൊണ്ട് ഈ നമ്മൾ ചടിക്കും. ഇതൊരു പറ്റാത്തൊരു കാര്യങ്ങൾ ചെയ്യില്ല. അല്ല സജിയേട്ടൻ്റെ ഡീൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പക്ക. ഞാൻ സജിയേട്ടനെ ഒറ്റ പ്രാവശ്യം സംസാരിച്ചു. സജിയുടെ ഫോണിൽ ഒറ്റ പ്രാവശ്യം സംസാരിച്ചു. സജിയേട്ടൻ ഞാൻ ഇന്ന ഡേറ്റ് എത്തും നമുക്ക് കാണണം എന്ന് പറഞ്ഞു. ആ ഫസ്റ്റ് ടൈമിൽ കണ്ടു. സജിയേട്ടൻ പറഞ്ഞു വാ നമുക്ക് ഇവിടെ തന്നെ. അതാണ് ഒരു ആളെ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റും. ഈ പാത്തി വെക്കണ സാറ് പറഞ്ഞല്ലോ, ഞാനപ്പോ തന്നെ ഏൽപ്പിച്ചു, ഞാൻ ചെയ്യും. എങ്കിലും ഒരു 10 പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് പുള്ളി ചൂടാ, ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഞാനില്ല, നമ്മളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കും. എന്റെ ഈ വർക്ക് ചെയ്തവൻ ഞാൻ പറഞ്ഞേ നീ ചോദിക്കണ കാശാ പഠിച്ചിട്ടു, അത് മുന്നേ തന്നേക്കാം, മുന്നേ കൊണ്ടുപോകാൻ നീ ഈ കാര്യം പറഞ്ഞാണോ ചെയ്യും. പെയിന്റിങ്ങാരൊക്കെ നമുക്കുള്ളതാ. പിന്നെ അതിന്റെ മുകളിൽ കയറി നിലയിട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേപാട് വർക്ക് പോലെ ഇല്ല. ഇത് പെയിന്റ് അടിക്കാൻ എത്ര ബുദ്ധിമുട്ടില്ല. അതിന്റെ മുകളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന്റെ ഇതുണ്ടാവുമല്ലോ. ആയിക്കോട്ടെ, എല്ലാവിധ മംഗളാശംസകൾ. താങ്ക് യു. അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ ഇനി നമ്മൾ കാണിക്കേണ്ട കാര്യം, ഇത് ഇവരുടെ സ്വന്തമായി കഴിഞ്ഞു. പക്ഷേ ഇതിന്റെ തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളെയൊക്കെ കാണിച്ചേക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ, സീ യു അഗൈൻ.